ഗൈസ് ഇന്ന് ഞങ്ങൾ മൂന്നാർ ടൂറുമാണ്. അപ്പം ഇപ്പം വണ്ടി വരും. ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി നിൽക്കുവാണ് കേട്ടോ. ഇനി 9 മണിയാകുമ്പോഴേനും വരുമെന്നാണ്. ഇന്ന് ഈസ്റ്ററിൻ്റെ വൈകുന്നേരമാണ്. ഈസ്റ്ററിൻ്റെ അന്ന് രാത്രിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ 9-9:30 വണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമ്മളിങ്ങനെ വണ്ടി കയറി. എല്ലാവരും കയറുന്നുള്ളൂ കേട്ടോ. എല്ലാവരും കയറുന്നേ ഉള്ളൂ. താഴെ കുറേ പേര് കയറാനുണ്ട്. അപ്പം ബൈക്ക് എന്താണ് പറയാനുള്ളത്? 5:30-6 മണിയായപ്പോഴാണ് കേട്ടോ മൂന്നാർ എത്തിയത്. കഴിഞ്ഞ് അവിടെ ഒരു റൂം നമ്മൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടി റൂം എടുക്കില്ലേ, അങ്ങനെ റൂം എടുത്ത് ഫ്രഷപ്പ് ആവുമായിരുന്നു. ഒരു മണിക്കൂറോളം ഒരു ടൈം എടുത്തിട്ടാണ് ഞങ്ങൾ മാറ്റിയത്. കാരണം കുറേ പേരില്ലേ, അതുകൊണ്ട് ആ ടൈം എടുത്തു. ഞങ്ങൾ മാറ്റി, ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഡ്രസ്സ് മാറ്റിയത്. ഇവിടുത്തെ ഡോർമെട്രിയിൽ നിന്നാണ് ഡ്രസ്സ് മാറ്റിയത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശയായിരുന്നു. അത്ര കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാട്ടാനേനെ കണ്ടു. ഒരു കുഞ്ഞു ആനക്കുട്ടി ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ, ആ കാഴ്ച. ഞങ്ങൾ ആനേനെ കണ്ടു. ആനേനെ അല്ലേ പറയൂ. ഞങ്ങൾ എക്കോ പോയിന്റിലാണ്. എക്കോ പോയിന്റ് അല്ലത്, എക്കോ പോയിന്റ്. ഞങ്ങളെ കാണില്ല. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിലാണ് നിൽക്കുന്നത്. ഈ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ എക്കോ പോയിന്റ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എക്കോ കേൾക്കും. നേരത്തെ കൂക്കി കാണിച്ചായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോകാ. ഹായ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുണ്ടല ഡാമിലേക്കാണ്. കുണ്ടല ഡാം അങ്ങോട്ട് നടന്നു പോവുകയാണ്. അതൊക്കെ ഉണ്ടാവും. അവിടെയാണ് ഡാം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഡാം ദിസ് ഈസ് ഡാം, കുണ്ടല ഡാം. കണ്ടോ ഗൈസ്? നമ്മൾ ഇവിടെ കൊണ്ടല ഡാമിൽ വന്നാണ്. നമുക്ക് അവിടേക്ക് പോവാം. ഇതൊക്കെ 40 റുപ്യാണ്. പക്ഷെ നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഭയങ്കര വിലയാണ്. വിശക്കാനൊന്നും പറ്റത്തില്ല. ടോപ്പ് സ്റ്റേഷൻ. ടോപ്പ് സ്റ്റേഷൻ. നമ്മൾ ആ വഴിയാണ്ട് പോകേണ്ടത്. നമുക്ക് ചെറുതായിട്ടൊന്ന് വഴി മാറിയിട്ടുണ്ട്. നമുക്ക് വഴി മാറിപ്പോയി. ഇവിടെ ഒന്നുമില്ല. കല്ലല്ല, മരമാണ്. ഇവിടെ എല്ലാം മരത്തിന്റെ സാധനങ്ങളാണ്. ചപ്പാത്തി, ഉള്ളി സാധനം, ഇതു സാധനം അന്നെ മസാജ്. ചോക്ലേറ്റ് ഇതിന്റെ താഴെ നോക്കൂ ഗൈസ്. വ്യൂ നോക്കൂ ഗൈസ്. നിങ്ങളൊന്ന് ഹായ് പറയൂ. ഹായ്. बिस्किट दर खले
ടോപ്പ് സ്റ്റേഷൻ ഇല്ലേ, ആ ടോപ്പ് സ്റ്റേഷൻ്റെ വ്യൂ പോയിന്റ് അങ്ങനത്തെ നമ്മളിപ്പോ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ കയറിയതാണ്. 60,000 അടി മേലാണ് നിൽക്കുന്നത്. ടോപ്പ് സ്റ്റേഷൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഈ ചതുരനെല്ലിക്കില്ലായിരുന്നു, അത് ഉപ്പിലിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. ഇത് വട്ടവട എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ കേരള ഫോറസ്റ്റ് ആണ് കേട്ടോ ഗൈസ്. ഇത് ഞങ്ങളങ്ങനെ ചീപ്പിനായിട്ട് പോകാൻ വേണം. ആൾക്കാർ പോകുന്നത് നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാറിലൊരു വ്യൂ പോയിന്റിലാണ്. ഈ വ്യൂ പോയിന്റ് പേരെനിക്കറിഞ്ഞൂടാ, പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്കാ ഗ്രാമമാണിത്. ഗ്രാമം ഒരു കണ്ടില്ല, അവിടുത്തെ വീടുകളൊക്കെ നോക്കിയിട്ട് പക്കാ ഗ്രാമം. അടിപൊളി അടിപൊളി സീൻ സീൻ പോയിട്ട് സീൻ വരട്ടെ. ഇതാണ് വ്യൂ പോയിന്റ്, നോക്കൂ അവിടെ കാണിച്ചെടുത്തോട്ടത്തിലേക്കാണ് പോകുന്നത്. എന്തെങ്കിലും പറയണ്ടോ? നമുക്ക് അവിടെ സാമ്പിളൊക്കെ നോക്കാന്ന് പറഞ്ഞ് സാമ്പിളൊക്കെ നോക്കിയിട്ട് കുറച്ച് തിന്നിട്ട് സ്ട്രോബെറി കരിഞ്ഞൊക്കെ പോയല്ലോ. അത് സ്ട്രോബെറി നല്ല രുചി, നല്ല ടേസ്റ്റ്. ഞങ്ങൾ സ്ട്രോബെറി വാങ്ങിച്ചു. നല്ല സ്ട്രോബെറി ആയതുകൊണ്ട് ഫ്രഷ് സാധനം ആയതുകൊണ്ട് മേടിച്ചാണ് കേട്ടോ. ഇതാണ് സ്ട്രോബെറി കൃഷി. അപ്പോൾ ഞങ്ങൾ വാട്ടർഫോൾസ് കാണാൻ പോവാണ്. ഇവിടുന്ന് 100 മീറ്റർ നടക്കാണ്ടെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നടക്കുവാണ്. നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ കണ്ട് ചെറിയൊരു വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ട്. നമ്മൾ നടന്ന് വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാണിച്ചുതരാം. ഞങ്ങളിതിൻ്റെ മണ്ടയിൽ കയറാണ്. മണ്ടയിൽ കയറുന്നു, മണ്ടയിൽ അയ്യോ ഇതെന്തുണ്ട്, ഇത് ഭയങ്കര മലയാണ് കേട്ടോ. അയ്യോ ഗായ്സ്, മണ്ടയിൽ കയറി ഗായ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ വെള്ളച്ചാട്ടം? എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഭൂമിയിലൊരു സ്വർഗമുണ്ട്, അത് ഇതാണ്. നോക്കൂ, വെള്ളച്ചാട്ടത്തിന്റെ അവിടെയുള്ള വ്യൂ ആണ്. വ്യൂ മുകളിലേക്ക് ഇല്ലീഗിലേ കയറി വന്നു. അതെ അതെ, അവിടെ പേരൻസിനാണ് വഴക്കുറിഞ്ഞ് പോയി കഴിഞ്ഞാൽ. ഇനിയും മണ്ടയിലേക്ക് കയറുകയാണ്. ഈശ്വര കത്തോള, അതെ തിരിച്ചിറങ്ങാനായിരിക്കും പാട്. അയ്യോ അമ്മച്ചി സൂപ്പർ, കത്തോളണേ അമ്മച്ചിയ. കൊച്ചോടാ നമുക്ക് തിരിച്ചിറങ്ങാൻ പാടായിരിക്കും നമുക്ക്. Oh God. മണല് പോലെ ഉണ്ടല്ലേ എല്ലാം.
നടക്ക്. അതിനുശേഷം ഞങ്ങൾ ഉച്ചത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി കയറി. സത്യം പറയാലോ, പക്ക ബോർ ഫുഡായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ റോട്ടിൽ കാട്ടുപോത്തനെ കണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടതിന് ശേഷം വണ്ടി എടുത്ത് റോട്ടിലായിരുന്നു അതുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളെല്ലാവരും റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഓരോ കലാപരിപാടിയാണ്. ഇനി വരുന്നതിൻ്റെ പാട്ട് ഏതാണെന്ന് ഗസ് ചെയ്യാവോ? ഇതിൻ്റെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോയി. ഞാൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ കഴിച്ചത്. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അത് ഞാൻ ഇങ്ങനത്തെ റൂമിലാട്ടോ ഞങ്ങൾക്ക് നിന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. നെക്സ്റ്റ് ഡേൻ്റെ വ്ളോഗും ഇതിൽ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം 2 പാർട്ടാക്കി ഇടാൻ മാത്രമില്ല. അത്ര ഉള്ളേ. ഇപ്പോൾ ഞങ്ങളൊരു ഗാർഡനിൽ വന്നിരിക്കുകയാണ്. കാണിച്ചു തരാം. ഗാർഡനും പാർക്കും ആണ് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ്. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് പോകും. കണ്ടോ, ഇവിടെ ഫുൾ ഇതാണ്. പിന്നെ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. പിന്നെ സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ മറ്റിങ്ങനെ മുകളിൽ സിപ്പ് ലൈൻ ഉണ്ട് കേട്ടോ. അതാ അവിടെയാണ് അതുള്ളത് കേട്ടോ. ഇതൊക്കെയാണുള്ളത്. ഇവിടെ അത്ര പ്രത്യേകിച്ചൊന്നുമില്ല, എങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ഇവിടെ നിറയെ ചെടികളുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ചെടികൾ. സൂപ്പർ സൂപ്പർ സൂപ്പർ. നല്ല വെയിലുണ്ട് ഗൈസ്, നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. ഐ ലവ് മൂന്നാർ. എന്തൊരു വെയിലാണ് അപ്പം അത്. ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. നിങ്ങൾ കണ്ടില്ലേ? ഞങ്ങൾ ഈ സിപ്പ് ലൈനിൽ കയറാൻ നോക്കി, പക്ഷേ 300 രൂപയാണ് ഒരാൾക്ക്. അപ്പം നമുക്ക് ഒരു മടി കയറാൻ, ഒരു ഭയങ്കര മടി. അത്ര പൈസ കൊടുത്ത് കയറണമല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു ഇത്. ഉപദേശി മതി 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 ഉപദേശി. ഞങ്ങൾ പോയത് CSI ചർച്ചില്ലേ, മൂന്നാറിലുള്ള CSI ചർച്ചിലാണ്. ഇത് കല്ല് വെച്ച് മാത്രം ഉണ്ടാക്കിയൊരു പള്ളിയാണ്. 1824 നിർമ്മിച്ചൊരു പള്ളിയാണ്. ഇവിടെ വിനോദസഞ്ചാരികളായി വന്ന 2 സായിപ്പന്മാർ ഒരു മതാപിയും കൂടി ഉണ്ടാക്കിയൊരു പള്ളിയാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവരെല്ലാവരും ബാത്റൂമിൽ പോയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത് ഗൈസ്. എന്തോ ഇത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതാ ഓർഡർ ചെയ്യേണ്ടതെന്ന്. ഗൈസ് നമുക്ക് ചോറ് വന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ചു വന്നു. അത് ഞങ്ങൾ ഒരു സ്ഥലം കണ്ട് അവിടെ ഇറങ്ങിയാണ്. ഹായ്. അത് കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ മൂന്നാറിലൊരു വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ബെല്ലൈക്കൻ കൂടി കാണും. അതും കൂടി ഒന്ന് ഓണാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഓക്കെ, ബൈ.